ദേശീയ സിനിമാ അവാർഡ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂട്ടിയാണ് മികച്ച നടന്മാരിൽ ഒരാൾ. അതോടൊപ്പം തന്നെ വൈക്കം വിജയലക്ഷ്മി അടക്കമുള്ള ചില പാട്ടുകാർക്കും അതോടൊപ്പം തന്നെ ഛായാഗ്രാഹകനുമൊക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിൻ്റെ ഇംഗിതത്തിനനുസരിച്ചാണോ അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെടുന്നത് എന്നുള്ള ചോദ്യം എല്ലാ കാലത്തും ഉയർന്നു വരാറുണ്ട്. പ്രത്യേകിച്ചും സംഘപരിവാർ ഭരണകൂടം നിലനിൽക്കുന്ന സമയത്ത് അവാർഡുകളുടെ പ്രഖ്യാപനം ഏത് രീതിയിലാണ് പോകുന്നതെന്നുള്ള ആശങ്ക എപ്പോഴും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഇത് സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ ഉയരുകയും വിമർശനങ്ങളോട് സർക്കാർ മുഖം തിരിക്കുമെങ്കിലും നമ്മുടെ സാംസ്കാരിക ലോകവും രാഷ്ട്രീയ വൃത്തങ്ങളുമൊക്കെ ഇക്കാര്യത്തിൽ വലിയ വിമർശനങ്ങൾ വീണ്ടും അതിന്മേൽ പറയാറുമുണ്ട്. നിലവിൽ ഇത്തവണത്തെ ദേശീയ അവാർഡ് അത്തരത്തിലുള്ള ചർച്ചകൾക്ക് കാരണമാകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ജിംസ്, ഇത്തവണത്തെ ദേശീയ അവാർഡിനെ അങ്ങനെ ആ രീതിയിൽ എന്തെങ്കിലും നമുക്ക് വിമർശിക്കാനുണ്ടോ? ഞാൻ 2014 മുതൽ ഈ നാഷണൽ ഫിലിം അവാർഡ് വാച്ച് ചെയ്യുന്ന ആളാണ്, ക്ലോസ് ടു വാച്ച് ചെയ്യാൻ. അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എങ്ങനെയാണ് താഴ്ന്നു വരുന്നതെന്ന് നേരിട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. ഏതൊക്കെ സിനിമകൾക്ക് അവാർഡ് കിട്ടും, ഏതൊക്കെ സിനിമകൾക്ക് അവാർഡ് കിട്ടില്ല. ഇപ്പോൾ നാഷണൽ അവാർഡ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രൈഡായിട്ടുള്ള, വളരെ ഒരു ആക്ടറെ സംബന്ധിച്ച് വളരെ പ്രൗഡായിട്ടുള്ള ഒരു കാര്യമായിരുന്നു മുമ്പൊക്കെ. അത് ഒരുപക്ഷെ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് ചിലർക്ക് കിട്ടാറുണ്ട്, നാഷണൽ അവാർഡ് കിട്ടാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സ്വരാജ് വെഞ്ഞാറമൂട് ഒരു കൊമേഡിയൻ ആയിരിക്കുകയാണ്, അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടുന്നത്. സലീം കുമാർ ഒരു കൊമേഡിയൻ ആയിരിക്കുകയാണ്, അദ്ദേഹത്തിന് മികച്ച അവാർഡ് കിട്ടുന്നത്, മികച്ച നടനുള്ള. അപ്പോൾ അവരെന്ന് വെച്ചാൽ ആ ക്യാരക്ടറെ സംബന്ധിച്ച് അത് എക്സലൻ്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടാണ് അവർക്ക് അത് കിട്ടുന്നത്. പിന്നീട് നമ്മൾ എന്താണ് കാണുന്നത്, അത്തരം ക്യാരക്ടർ ചെയ്യുന്ന നടന്മാർക്ക് കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, മികച്ച നടനൊക്കെ ആയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് മമ്മൂട്ടിയോടൊപ്പം അവാർഡ് പങ്കിടുന്ന നടൻ, ആ നടൻ്റെ അഭിനയ സിദ്ധിയെക്കുറിച്ചൊക്കെ സിനിമ കാണുന്ന ആളുകൾക്ക് അത്ഭുതമാണ്. അദ്ദേഹം എങ്ങനെയാണ് അഭിനയിക്കുന്നത്, അദ്ദേഹത്തിന് എന്തിനാണ് അവാർഡ് കൊടുത്തതെന്ന് അറിയുമോ? ഒരു ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം ബോഡി ട്രാൻസ്ഫോർമേഷൻ നടത്തി. അദ്ദേഹം കുറേ കൂടി മസിലൊക്കെ ഉള്ള ആളായിരുന്നു, അദ്ദേഹം മെലിഞ്ഞൊട്ടിയ ഉള്ള ആളായി മാറി. ഏത് ആടുജീവിതത്തിൽ പൃഥ്വിരാജ് ചെയ്തതുപോലെ. എന്നാൽ ഇതേ ആടുജീവിതത്തിൽ ബോഡി ട്രാൻസ്ഫോർമേഷൻ മാത്രമല്ല, എക്സലൻ്റായിട്ട് അഭിനയിച്ച പൃഥ്വിരാജിനെ പരിഗണിച്ചു പോലുമില്ല. അപ്പോൾ ഈ നാഷണൽ അവാർഡിൽ സിനിമകൾ, മികച്ച സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് മികച്ച സിനിമയാണ്. ആർട്ടിക്കിൾ 370 ആണ് മികച്ച സിനിമ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ മികച്ച സിനിമ, ഡയറക്ടർ, ഏറ്റവും മികച്ച ഡയറക്ടർ അമരൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഡയറക്ടറാണ്. അമരൻ എന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ പട്ടാള സിനിമയാണ്. ഈ സിനിമകളെല്ലാം പട്ടാള ദേശീയതയാണ്. ഈ പറഞ്ഞ ചന്തു ചാമ്പ്യൻ അടക്കം നാഷണലിസവുമായി ബന്ധപ്പെട്ട തീമുകളുള്ള സിനിമകൾക്ക് അവാർഡ് കിട്ടും. അത് കഴിഞ്ഞ 10-12 വർഷമായിട്ട് അങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് ആ നാഷണൽ അവാർഡ് കിട്ടുക എന്നുള്ളപ്പോൾ, മുമ്പ് മോദി വന്നപ്പോൾ ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മോദി വന്നപ്പോൾ പ്രധാനമായി സംഭവിച്ചൊരു കാര്യം, ഒന്ന് പത്മ അവാർഡുകളുടെ വില പോയി, 2 ഈ പറയുന്ന നാഷണൽ അവാർഡിൻ്റെ വില പോയി. ഇപ്പോൾ പത്മ അവാർഡുകളുടെ വില പോയതിനെ കുറിച്ച് വേറൊരു നറേറ്റീവ് ഉണ്ട്. കാരണം മുൻകാലങ്ങളിൽ ഇപ്പോൾ ഈ കോൺഗ്രസ് ഒക്കെ ഭരിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പത്മ അവാർഡ് കുറച്ച് ലോബിങ് നടത്തിയേ കിട്ടുമായിരുന്നു, ക്യാഷ് ഉള്ളവന് കിട്ടുമായിരുന്നു. മോദി വന്നപ്പോൾ എന്ത് ചെയ്തു, തീരെ അറിയപ്പെടാത്ത ഏതെങ്കിലും വിദൂര ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആരും അറിയാത്ത ആൾക്ക് പത്മ അവാർഡ് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ എന്താ, ഈ ലോബി അങ്ങ് നിന്നു. പ്രമുഖരാരും പത്മ അവാർഡിന് വേണ്ടി ശ്രമിക്കില്ല. ഉദാഹരണത്തിന് മറ്റേ പ്രാഞ്ചേട്ടൻ ആൻഡ് സീനിൽ പത്മ അവാർഡിന് വേണ്ടി മമ്മൂട്ടി ശ്രമിക്കുന്നുണ്ടല്ലോ, ആ മമ്മൂട്ടിയുടെ ക്യാരക്ടർ. അതുപോലെ ആരും ശ്രമിക്കുന്നില്ല. ഇപ്പോൾ പത്മ അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ നിലയും വിലയുള്ള ഒരാളെ സംബന്ധിച്ച് വലിയ കാര്യമൊന്നുമല്ല, അത് ആർക്കും കിട്ടുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലായി. അതുപോലെ തന്നെയാണ് നാഷണൽ അവാർഡ്. വെള്ളാപ്പള്ളിക്ക് വരെ കിട്ടുന്ന സാധനമാണ് വെള്ളാപ്പള്ളി. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നാഷണൽ അവാർഡിനെ സംബന്ധിച്ച്, നാഷണൽ അവാർഡ് ഒരാളെ സംബന്ധിച്ച് പ്രൈഡായിരുന്നു, ഒരു കാലത്ത് ഒരു പ്രൈഡായിരുന്നു. ഇപ്പോൾ ഭരത് മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ്, ഭരത് ഗോപി, ഭരത് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ ആരും അങ്ങനെയൊന്നും പറയാറില്ല. നാഷണൽ അവാർഡ് കിട്ടി, ഭരത് പിന്നെ അതൊന്നും ഒഴിവാക്കി. പക്ഷേ എന്നാൽ പോലും അതൊരു വലിയ കാര്യമായിട്ട് ഇപ്പോൾ ആരും കാണുന്നില്ല. ആർക്കും കിട്ടാവുന്ന കാര്യമാണ് എന്നുള്ളതാണ്. അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഉണ്ടെന്ന് സ്റ്റേറ്റ് ഫിലിം അവാർഡ് കിട്ടുന്നത് എന്നുള്ള അവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ നാഷണലിസ്റ്റിക് തീമുള്ള സിനിമകൾക്ക് അവാർഡ് കിട്ടൂ എന്ന് വന്നു കഴിഞ്ഞു. ഇപ്പോൾ അതേക്കുറിച്ച്, ഇപ്പോൾ ഈ തവണത്തെ അവാർഡിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിമർശനം വരുന്നത് തമിഴിൽ നിന്നാണ്. തമിഴിൽ 2024 സിനിമകൾക്കാണ് ഇപ്പോൾ അവാർഡ് കൊടുക്കുന്നത്, 2026 കൊടുക്കുന്നത്. ഇപ്പോൾ തമിഴിൽ 2024 ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങിയ ഒരു വർഷമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മെയ്യഴകൻ, വാഴ, അങ്ങനെ തുടങ്ങി ഒരുപാട്. എന്തോ ഒരു അവാർഡുണ്ട് പ്രാവശ്യം, എന്തോ ചെറിയ അവാർഡാണ്, സിനിമയുമായി ബന്ധപ്പെട്ടല്ല, എന്തോ ടെക്നിക്കൽ അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത്തരം സിനിമകളെ അവഗണിച്ചുകൊണ്ട് അമരൻ പോലുള്ള സിനിമയുടെ ഡയറക്ഷൻ അവാർഡ് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് തമിഴിൽ നിന്നുണ്ട്. മലയാളത്തിൽ നിന്ന് വിമർശനം ഉയരാത്തതിൻ്റെ കാരണം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയെന്നുള്ളതുകൊണ്ടാണ്. മമ്മൂട്ടി പ്രമുഖത്തിൽ തീർച്ചയായിട്ടും അവാർഡിന് അർഹം തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. കാരണം അത്ര എക്സലൻ്റ് പെർഫോമൻസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. പക്ഷേ മമ്മൂട്ടി അവാർഡിന് പോലും പരിഗണിക്കാതിരുന്ന നിരവധി അവസരങ്ങളുണ്ടായിട്ടുണ്ട് ഇതിനു മുമ്പ്. പത്തേമാരി എന്ന് പറഞ്ഞ മമ്മൂട്ടിയുടെ സിനിമയിൽ അവസാന റൗണ്ടിൽ അദ്ദേഹം വന്നതാണ്, അദ്ദേഹം പിന്തള്ളപ്പെട്ടു പോകായിരുന്നു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സിനിമകൾക്ക് പിന്തള്ളപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം.
മലയാളത്തിൽ നിന്നൊരു നടൻ കിട്ടില്ല എന്ന് നമുക്കറിയാം. പിന്നെ എങ്ങനെ ഇത്തവണ കിട്ടിയത്? ഇത്തവണ കിട്ടിയതിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഈ തവണ നമ്മൾ അദ്ദേഹത്തിന് പത്മഭൂഷൺ കിട്ടിയല്ലോ, ഈ തവണയാണ് അത് കിട്ടിയത്. പത്മഭൂഷൺ കിട്ടിയപ്പോൾ ദുൽഖർ സൽമാനും മമ്മൂട്ടിയൊക്കെ പോയി മോദിയെ കണ്ട് അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുത്ത് അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിരുന്നു. അപ്പോൾ മമ്മൂട്ടി ഇത്തവണ എന്തുകൊണ്ട് പരിഗണിച്ചു എന്നുള്ളതിനർത്ഥം മമ്മൂട്ടിയും ഈ പറയുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റുമായി കൂടുതൽ അടുത്തു എന്നാണ് അതിനർത്ഥം. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അയോധ്യ രാമക്ഷേത്രം പണിയാൻ വേണ്ടി അക്ഷതവുമായി വരുമ്പോൾ അറസ്റ്റുകാരെ സ്വീകരിക്കുന്നു. കേൾക്കുന്നൊരു കഥ, അദ്ദേഹം അർത്ഥത്തിൽ BJP അറസ്റ്റുമായിട്ട് കുറേ കൂടി അടുത്ത് നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. അതിനിടയിൽ ദുൽഖർ സൽമാൻ്റെ വീട്ടിൽ കസ്റ്റംസിൻ്റെ റെയ്ഡൊക്കെ നമുക്കറിയാം. ആ കേസ് പിന്നെ എവിടെയും ഇല്ലാതായിപ്പോയതും നമുക്കറിയാം. അപ്പോൾ അങ്ങനെ സുഖിപ്പിച്ച് നിൽക്കുന്നവർക്ക് അവാർഡ് കിട്ടൂ എന്നുള്ളതെങ്കിൽ മമ്മൂട്ടി അതിനും തയ്യാറാണ് എന്നാണോ ഈ അവാർഡ് കൊണ്ട് ലക്ഷ്യമാകുന്നത് നമുക്കറിയില്ല. പക്ഷേ മമ്മൂട്ടി ഇത്തവണ പരിഗണിച്ചതിന് പിന്നിൽ ഭരണകൂടം അദ്ദേഹത്തോട് കുറേ കൂടി സഹാനുഭൂതിയോടെ അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. അദ്ദേഹത്തെ പരിഗണിച്ചേക്കാമെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതർവൈസ് കഴിഞ്ഞ 10-12 വർഷമായിട്ട് അദ്ദേഹം പരിഗണിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കണം. അതിൽ അദ്ദേഹം നിരാശനാണ് ഒരു പരിധി വരെ. അദ്ദേഹത്തിൻ്റെ സിനിമകളോ ഒന്നും പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായില്ല. ഇതിനു മുമ്പ് ഇറങ്ങിയ നല്ല സിനിമകളൊന്നും പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ പരിഗണിച്ചു തുടങ്ങുന്നു എന്നുള്ളതിനർത്ഥം ആ ഒരു അടുപ്പമാണെന്നുള്ള ഒരു സൂചന കൂടിയുണ്ട്. മറ്റൊന്ന്, മലയാളം സിനിമ അങ്ങനെ ഭ്രമയുഗം ഒഴിച്ചു നിർത്തിയല്ല, ഒരുപാട് സിനിമകൾ തള്ളപ്പെട്ടിട്ടുണ്ട്. പൊതുവായ മഞ്ഞുമൽ ബോയ്സ് വലിയ തോതിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള, തമിഴ്നാട്ടിലും കേരളത്തിലും എല്ലാം. കിഷ്കിന്ദ കാണ്ഡം അങ്ങനെ തുടങ്ങിയ നിരവധി സിനിമകളുണ്ട്. അതൊക്കെ പിന്തള്ളപ്പെട്ടു പോയി. നാഷണൽ അവാർഡിൽ മലയാള സിനിമ പിന്തള്ളപ്പെട്ടു പോയി എന്നുള്ള പറഞ്ഞ് ഇപ്പോൾ നമ്മൾ എന്താണ് കരയുന്നതിലൊരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അത് പരിഗണിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അത്തരം സിനിമകൾ ആർട്ടിക്കിൾ 370 പോലെ, കേരള സ്റ്റോറീസ് പോലെ, കശ്മീർ ഫയൽസ് പോലെ ഉള്ള സിനിമകൾ ഇറങ്ങിയാൽ അത് പരിഗണിക്കപ്പെടും. അങ്ങനെ ഒരു ഇൻഡസ്ട്രിയായി ഇപ്പോഴും മലയാളം മാറിയിട്ടില്ല, തമിഴും മാറിയിട്ടില്ല. പിന്നെ ഭരണകൂടത്തെ സംബന്ധിച്ച് പിന്നെ താല്പര്യമുള്ള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തെലുങ്കാണ്. ഇപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ തെലുങ്കിനെ വലിയ തോതിൽ അവർ പ്രോത്സാഹിപ്പിക്കും. ഏറ്റവും മികച്ച തിരക്കഥയ്ക്കുള്ള അവാർഡ് ഇതിനാണെന്നറിയോ? പുഷ്പ 2 താഴത്തില്ലടാ എന്ന് ഡയലോഗ് എഴുതുന്നതിനാണ് അവാർഡ് കൊടുത്തത്. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇതാണ് അവസ്ഥ. കൽക്കി മികച്ച എൻ്റർടൈനർ സിനിമയാണ്. കൽക്കി അത് ഒരുപാട് പണം വാരിയ സിനിമയാണ്. കൽക്കി 600 കോടി മുടക്കി 1500 കോടിയൊക്കെ 1200 കോടി ഏൺ ചെയ്ത സിനിമയാണ്. അപ്പോൾ തെലുങ്കിനെ പ്രത്യേകമായി, അതായത് സൗത്തിൽ സംഘപരിവാർ കണ്ണുവച്ചിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് തെലുങ്ക്. കാരണം അത്തരം തീമുകൾ, നാഷണലിസ്റ്റിക് തീമുകൾ, പുരാണ ചിത്രങ്ങൾ ഇതൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രി എന്ന നിലയിൽ തെലുങ്കിനോട് സവിശേഷമായൊരു താല്പര്യം സംഘപരിവാറിനുണ്ട്. ഒരു പക്ഷേ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലേക്കുള്ള ഒരു വാതിലായിരിക്കും തെലുങ്ക് സംഘപരിവാറിനെ സംബന്ധിച്ച്. മറ്റൊരർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൽ എൻട്രിക്ക് ശ്രമിക്കുന്നുണ്ട്. അമ്മയിലെ വിവാദമൊക്കെ നമുക്കറിയാമല്ലോ. തമിഴിലാണ് അവർക്ക് തീരെ പറ്റാത്തത്. അതുകൊണ്ടാണ് തമിഴ് തീരെ അവഗണിച്ച് കളഞ്ഞത്. തമിഴിൽ നിന്ന് ധാരാളം അവാർഡ് കിട്ടാവുന്ന സിനിമകൾ 2024 തീരെ അവഗണിച്ച് കളഞ്ഞു എന്നുള്ളതും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടില്ല എന്നോർത്ത് കലാകാരന്മാർ വിഷമിക്കേണ്ട ഒരു കാലത്തല്ല അവർ ജീവിക്കുന്നത്. രാഷ്ട്രീയമായി ചിന്തിക്കുന്ന കലാകാരന്മാരാണെങ്കിൽ അത് കിട്ടാതിരിക്കലാണ് നല്ലത് എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ അത് മമ്മൂട്ടിയെ പോലുള്ള ഒരു നടന് 4ാമതാണ് ഈ പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ 4ാമതും പുരസ്കാരം നേടാൻ അർഹതയുള്ള ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ സംഘപരിവാറിനെ സുഖിപ്പിച്ചുകൊണ്ടൊക്കെ അവാർഡ് തേടേണ്ട ഒരു അവസ്ഥയുണ്ടോ സത്യത്തിൽ? അല്ല, അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ഈ അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടിയല്ലോ. മമ്മൂട്ടിക്ക് ഇത്തവണ 4ാമതും അവാർഡ് കിട്ടി. മലയാളി സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുണ്ടാക്കുന്ന അഭിമാനകരമായ ഒരു സന്ദർഭമാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു, മമ്മൂട്ടിക്ക് ഇത്തവണ 4ാമത് ദേശീയ അവാർഡ് കിട്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ അതിലൊരു ആഘോഷം കണ്ടോ? എൻ്റെ ഫീൽഡിൽ എവിടെയും 28 വർഷത്തിന് ശേഷം കിട്ടും. 28 വർഷത്തിന് ശേഷം 4ാമത് ഒരു ദേശീയ പുരസ്കാരം കിട്ടുന്ന റെക്കോർഡ് മമ്മൂട്ടി ഇടുമ്പോൾ മമ്മൂട്ടിയെ ആഘോഷിക്കുന്ന സോഷ്യൽ മീഡിയയെ നാം കണ്ടില്ല. പല റീസണുണ്ട്. അതിലൊരു റീസൺ എന്ന് വെച്ചാൽ ഒരു 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 വാല്യൂ ഇല്ലാത്ത, മൂല്യമില്ലാത്ത ഒരു പുരസ്കാരമാണ് മമ്മൂട്ടിയെ തേടി വന്നിരിക്കുന്നത് എന്ന് ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ സാക്ഷരതയുള്ള മലയാളിയും വിചാരിക്കുന്നു. കാരണം ആർക്കൊക്കെ അവാർഡ് കൊടുത്തിരിക്കുന്നത്, ഈ വർഷങ്ങളിൽ ആർക്കൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, മമ്മൂട്ടിക്കൊപ്പം കിട്ടിയത് ആർക്കാണ്, മമ്മൂട്ടിക്കൊപ്പം കിട്ടിയ പരിഗണിക്കപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ്, ഇത് മുഴുവൻ കണ്ടിട്ടല്ലേ മലയാളി ഒരു തീരുമാനം എടുക്കുക. നമ്മൾ നോക്കിയാൽ മമ്മൂട്ടിയുടെ അടുത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, അടുത്ത ബന്ധുക്കൾ, അല്ലെങ്കിൽ കുറേ സിനിമാ ജേർണലിസ്റ്റുകൾ അല്ലാതെ ആരെങ്കിലും ഒരു സ്റ്റോറി പോലും ഇട്ടത് ഞാൻ കണ്ടില്ല. കാരണം ആളുകൾക്കത് ഫീൽ ചെയ്യുന്നില്ല ഇതൊരു മഹാസംഭവമാണ് എന്ന മട്ടിൽ. പിന്നെ മമ്മൂട്ടിക്ക് ഇത് കിട്ടിയതിനെക്കുറിച്ച് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആളുകൾക്കുണ്ട്. ഇത്തവണ മമ്മൂട്ടി പരിഗണിക്കപ്പെടും. കാരണം സാധാരണയിലേക്ക് മമ്മൂട്ടി പരിഗണിക്കപ്പെടേണ്ടതല്ല. ഇതിൻ്റെ മൊത്തം ഒരു പാറ്റേൺ എടുത്ത് നോക്കിയാൽ, ഒരു മൊത്തം ഇതിൻ്റെ ഒരു ക്യാരക്ടർ എടുത്താൽ മമ്മൂട്ടി അതിനകത്ത് പുറത്തു പോകേണ്ടതാണ്. ഭ്രമയുഗമൊന്നും അവർ പരിഗണിക്കേണ്ട സിനിമയൊന്നുമല്ല. ബട്ട് അതിനകത്ത് മമ്മൂട്ടിയും വന്നു. അപ്പോൾ ആളുകൾക്ക് ഒന്നാമത്തെ കാര്യം, കേരള സ്റ്റോറിക്കും ആർട്ടിക്കിൾ 370 ഒക്കെ അവാർഡ് കൊടുക്കുന്ന, പുഷ്പ 2 അവാർഡ് കൊടുക്കുന്ന, രാഷ്ട്രീയ ഉദ്ദേശത്തോട് മാത്രം നിർവഹിക്കപ്പെടുന്ന ഒരു പരിപാടിയാണിതെന്ന് ഇതിനകത്ത് മമ്മൂട്ടിയും കടന്നുകൂടി. അതുകൊണ്ട് മമ്മൂട്ടിക്ക് ഒരു വലിയ സംഗതി കിട്ടിയെന്ന നിലയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് പ്രകടിപ്പിക്കാൻ മലയാളിയുടെ ജാള്യത അവരെ സമ്മതിക്കുന്നില്ല.
അതുകൊണ്ട് അവർ അത് സെലിബ്രേറ്റ് ചെയ്യാത്തത്. ഞാൻ മറ്റു പല ആൾക്കാരോടും ചോദിച്ചു, നിങ്ങളുടെ ഫീൽഡിലൊക്കെ ഉണ്ടോ മമ്മൂട്ടി സെലിബ്രേഷൻ? എവിടെയും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ അതിനെ വാല്യൂ ചെയ്യുന്ന പരിപാടി കുറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം സിനിമക്കാർ തന്നെ ഏറ്റവും കൂടുതൽ വരും. മലയാളത്തിൽ തന്നെയുള്ള സിനിമക്കാർ പറഞ്ഞു, ഇപ്പം ആസിഫ് അലി തുറന്നു പറഞ്ഞു കിഷ്കിന്ധകാണ്ഡത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. രാഷ്ട്രീയം വിജയിച്ചപ്പോൾ, സിനിമ തോറ്റപ്പോൾ രാഷ്ട്രീയം വിജയിച്ചു എന്ന ഒരു റീല് ഷെയർ ചെയ്തിരിക്കുന്നു സൗബിൻ ഷാഹിർ. മമ്മൂട്ടിയുടെ കൂടെയുള്ള പ്രവർത്തിക്കുന്ന താരങ്ങൾ അവർ മമ്മൂട്ടിക്ക് കിട്ടിയ ഈ അവാർഡ് സെറ്റപ്പിനോടുള്ള മതിപ്പ് നഷ്ടപ്പെട്ടവരാണ്. അതവിടുത്തെ പ്രശ്നം. അവിടെ 4ാമത് കിട്ടിയത് മമ്മൂട്ടിയെ സംബന്ധിച്ച് പേഴ്സണലി സന്തോഷിക്കാമെങ്കിലും മമ്മൂട്ടിക്ക് എന്തോ വലുത് കിട്ടിയെന്ന മട്ടിൽ മലയാളി അതിനെ എടുക്കുന്നില്ല എന്നാണ് കാണേണ്ട ഒരു കാര്യം. ഇപ്പം ഇന്ന് അവാർഡ് കൊടുത്തതിന് ഒരു സ്വഭാവത്തെക്കുറിച്ച് ജൂറി ചെയർമാനായിട്ടുള്ള മനുഷ്യൻ ജയരാജ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഭ്രമയുഗത്തിൻ്റെ പരിപാടികളെല്ലാം കൊള്ളാമായിരുന്നു, അഭിനയം കൊള്ളാം, തിരക്കഥ കൊള്ളാം, ക്യാമറ കൊള്ളാം, അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ എല്ലാം കൊള്ളാം. പക്ഷേ എല്ലാം കൂടെ ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? എല്ലാം കൂടെ ഒരു സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ കണ്ടൊരു കമൻറ്റ്, ഇത് കേരള കോൺഗ്രസിലെ സീറ്റ് വിഭജനമാണ്. കുറേ പേർക്ക് ഇങ്ങനെ കൃത്യമായിട്ട് വിധിച്ചു കൊടുക്കാൻ. ഒരു സിനിമയിലാണ് എല്ലാം കൊള്ളാമെന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്കല്ലേ കൊടുക്കണ്ടേ? ഹോളിവുഡിൽ 8-9 അവാർഡുകൾ കിട്ടുന്ന സിനിമകളില്ലേ? എത്രയോ 1/2 ഡസനിലധികം അവാർഡുകൾ ഓസ്കർ വാങ്ങിക്കൊടുത്ത സിനിമകളുണ്ട്. ഇവിടെ പക്ഷെ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. സത്യസന്ധനായി പോയി. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് കൊടുക്കേണ്ട സിനിമ ഏതാണെന്ന്. അദ്ദേഹം പാവം പിടിച്ചു വാശി പിടിച്ച് കാണും. അപ്പോൾ ആ നിലയ്ക്ക് ഭ്രമയുഗത്തിൻ്റെ കാര്യം നേട്ടമാണ് കേട്ടോ. കാരണം ഇത്രയും അളിഞ്ഞ സിനിമകൾക്ക് വരെയും ആളുകൾക്കും അവാർഡ് കൊടുത്തതിനിടയിലൂടെ തള്ളിക്കളയാൻ കഴിയാത്ത ഒരു മത്സരാർത്ഥിയായി ഭ്രമയുഗം നിന്നല്ലോ. അതിനെ തള്ളാൻ പറ്റില്ല എന്നൊരു മൂഡ് ജൂറി അംഗങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുന്നില്ല. ആ സിനിമ അത്രയും അതാണ്. അല്ല, ഭ്രമയുഗം നമ്മൾ ഇത്രയും കൊടുത്താലും ഭ്രമയുഗം തള്ളാൻ പറ്റില്ല. അത് കൊടുത്താലേ നമുക്ക് മൊത്തത്തിൽ ഒരു മൂല്യം ഉണ്ടാവും എന്ന് ചിന്തിപ്പിക്കാൻ കഴിയും വിധത്തിലുള്ള ഒരു പ്രോഡക്റ്റായിട്ട് ഭ്രമയുഗം അവരുടെ മുമ്പിൽ ഇരുന്നു. അത്രയും പെട്ടെന്ന് കളയാൻ പറ്റാത്ത പോലെ. അല്ലെ അവരും കളഞ്ഞേനെ എന്നാണ് കാണേണ്ട കാര്യം. കാരണം അവർ കൊടുത്തിട്ടുള്ള എന്തിനൊക്കെയാണ് കാണുന്നത്. ഇപ്പം യാമിനി ഗൗതം ആണ്. പക്ഷേ അവർ അഭിനയിച്ച സിനിമ എന്താണ്? ആ സിനിമ ആരുടെ രാഷ്ട്രീയ ദൗത്യം നിർവഹിച്ചു കൊടുക്കുന്ന സിനിമയാണ്. ഇവിടെ കിഷ്കിന്ധകാണ്ഡവും മഞ്ഞുമൽ ബോയ്സും ഇരിക്കുമ്പോൾ ഇവിടെ കൊടുത്ത സിനിമയാണ് ഫെമിനിസ്റ്റ് ഫാത്തിമ. മോശം സിനിമയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ സിനിമയ്ക്കകത്ത് പോലും സംഘപരിവാറിന് താല്പര്യമുണ്ട്. ആ സിനിമ ഏത് സമുദായത്തിനകത്തെ ഏത് നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്ന സിനിമയാണെന്ന് താല്പര്യം. അത് കുഴപ്പം സിനിമയെന്നല്ല ഞാൻ പറയട്ടോ, അത് വൈഡ്ലി അക്സെപ്റ്റ് ചെയ്യപ്പെട്ട സിനിമയാണ്. പക്ഷെ അതിനേക്കാൾ ആർട്ടിസ്റ്റിക് സംഗതി നോക്കിയാൽ, അഭിനയത്തിൻ്റെ കാര്യം നോക്കിയാൽ, ആഴമുള്ള സിനിമാറ്റിക് സമീപനത്തിൻ്റെ കാര്യം നോക്കിയാൽ കിഷ്കിന്ധകാണ്ഡം പരിഗണിക്കപ്പെടണ്ടേ? അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ് ഇന്ത്യ ഒട്ടാകെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട സിനിമ അത്രയും പോപ്പുലാരിറ്റി ഉണ്ടാക്കിയോ ഈ പറഞ്ഞ ഫെമിനിസ്റ്റ് ഫാത്തിമ? ഇല്ലല്ലോ. പക്ഷെ അത് പരിഗണിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അപ്പോൾ ക്വാളിറ്റി അല്ല അവർ പരിഗണിക്കുന്ന ഘടകം എന്നാണ് നമ്മുടെ മുമ്പിലുള്ള വസ്തുത. മമ്മൂട്ടിക്ക് പോലും തോന്നുന്നുണ്ടാവും കേട്ടോ. മമ്മൂട്ടിയുടെ കൂടെ അവാർഡ് കിട്ടിയ ആരാണ്? അദ്ദേഹത്തിൻ്റെ പേര് കാർത്തിക് ആര്യൻ. അദ്ദേഹം ഒരു മോഡലാണ്. ഞാൻ പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ചന്തു ചാമ്പ്യൻ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ കണ്ടു നോക്കി. പരമശോകമാണ് അയാളുടെ അഭിനയം. എന്ന് വെച്ചാൽ ഒരു മോഡലിന് ഒരു ഭാവമില്ല. അയാൾ കരയുമ്പോൾ കരയാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് കരയാന്ന് പോലും തോന്നത്തില്ല. മനുഷ്യ ഒരു സാധാരണ മോഡലുകൾ മിക്കവരും അഭിനയിക്കുന്നതിന് ഒരു പരിമിതി ഉള്ളവരായിരിക്കും. അവരവരുടെ ബോഡി ലാംഗ്വേജിലും അവരുടെ ആറ്റിറ്റ്യൂഡിലും മാത്രം ശ്രദ്ധിക്കുന്നവരാണ്. അത്രേ ഉള്ളൂ ഈ മനുഷ്യനും. അക്ഷോഭ്യനായി അതാണ്. മമ്മൂട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ പോയി വായിച്ചു നോക്കണം. അദ്ദേഹത്തിനൊപ്പം അവാർഡ് കിട്ടിയ പല ആളുകളെ അഭിനന്ദിച്ചുകൊണ്ടും അദ്ദേഹം ധനുഷിനെ അഭിനന്ദിക്കുന്നു, മറ്റു പലരെ അഭിനന്ദിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കുന്ന 2 പേരാണല്ലോ. അറ്റ്ലീസ്റ്റ് അയാളെയും ഒന്ന് മമ്മൂട്ടി മെൻഷൻ ചെയ്യും. യഥാർത്ഥത്തിൽ കാർത്തികാരന് കൊടുക്കുന്നുള്ള മമ്മൂട്ടി അപമാനിക്കുകയാണ്. മമ്മൂട്ടിക്ക് ആ ഈഗോ മമ്മൂട്ടിക്കുണ്ട്, മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം ഈ സൗത്ത് ഇന്ത്യയിലെ പല താരങ്ങളെയും അഭിനന്ദിക്കുന്നു. അതിൽ പങ്കെടുത്ത പല ആളുകളുടെയും പേര് മെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ അവസാനം അതിൻ്റെ കൂടെ കിട്ടിയ എല്ലാവർക്കും അഭിനന്ദനം എന്ന് പറയാണ്. തൻ്റെ കൂടെ ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രഥമഗണനീയനായ സഹതാരത്തെ അദ്ദേഹം മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹം പേര് പ്രഖ്യാപിച്ചോടും ആദ്യം കാർത്തികാരിയുടെ പേര് ആദ്യം പറഞ്ഞു ആണ്, ശേഷമാണ് പേര് പറഞ്ഞത്. അപ്പോൾ മമ്മൂട്ടിയെ സംബന്ധിച്ച് ഇത് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തിന് അതാണ് കാർത്തികാരിയുടെ കൂടെ അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തു. അതുകൊണ്ട് നോർത്തിലെ വലിയൊരു പോപ്പുലർ ആക്ടറാണ്. 50 മില്യൺ ആൾക്കാർ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന നടനൊക്കെയാണ്. അത് ശരിയാണ്. പക്ഷേ ഈ അവാർഡ് എന്ന് പറയുന്ന സംഗതി അങ്ങേയറ്റത്തെ രാഷ്ട്രീയ പരിപാടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. മലയാളം ഇൻഡസ്ട്രി ഇപ്പോൾ സലീം കുമാറിൻ്റെ മകൻ ചന്തു, അല്ലെങ്കിൽ സൗബിൻ ഷാഹിർ, അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ആസിഫ് അലി, എല്ലാവരും നിരാശ രേഖപ്പെടുത്തുകയും ഇത് ശരിയായിട്ടില്ല ഈ പരിപാടി എന്ന് പറയുകയും ചെയ്ത ആളുകൾക്ക് ട്രസ്റ്റ് നഷ്ടപ്പെട്ട ആളുകൾ വാല്യൂ ചെയ്യാത്ത ഒരു പരിപാടിയായി നാഷണൽ അവാർഡ് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് മമ്മൂട്ടിക്ക് കിട്ടിയെന്നതുകൊണ്ട് മലയാളി പോലും സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മമ്മൂട്ടിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സായാഹ്ന കാലത്ത് മഹാനേട്ടം കൈവന്നു എന്ന് വിചാരിക്കാൻ തക്കവണ്ണം ഇപ്പോൾ അവാർഡിൻ്റെ ദേശീയ അവാർഡെന്നുള്ള പേരല്ലോ, അതെങ്ങനെ കൊടുക്കപ്പെടും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ പാളിയിട്ടുണ്ട്. പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ നേരത്തെ അജിംസ് പറഞ്ഞ ചോദ്യവും മമ്മൂട്ടിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. മമ്മൂട്ടിയുടെ മകൻ്റെ ഫേസ്ബുക്കിൽ അവസാനം പ്രത്യക്ഷപ്പെട്ട ചിത്രങ്ങൾ
ഈ അവാർഡുമായി ബന്ധിപ്പിക്കുമോ എന്ന ചോദ്യവും പോലും അത് അങ്ങനെ പോലും പറയുന്ന ആൾക്കാരുണ്ട്. സാധാരണ നിലയ്ക്ക് മമ്മൂട്ടി ഒരിക്കലും കേൾക്കാത്ത ആക്ഷേപമാണത്. മമ്മൂട്ടി ഒരിക്കലും അങ്ങനത്തെ ആക്ഷേപം കേട്ടില്ല. മമ്മൂട്ടി സംഘപരിവാര ഗവൺമെൻറ്റുമായി ബന്ധമുണ്ടാക്കി അവാർഡ് മേടിക്കാൻ നിൽക്കുന്ന ആളാണെന്ന ആക്ഷേപം ഒരിക്കലും ഇതും കേട്ടില്ല. ഒരു ഷോയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടോ, സാധാരണ നിലയ്ക്ക് അവാർഡിൽ ഈ ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ഒരു അവാർഡിലും പരിഗണിക്കാത്ത ആളാണ് ഞാൻ. അവാർഡുകളുള്ള അദ്ദേഹത്തിൻ്റെ സംഗതി ഉണ്ടല്ലോ, ഒരു വിങ്ങൽ കിട്ടാനുള്ള ഒരു ആഗ്രഹം, അത് എത്രയോ അവാർഡ് കിട്ടിയ ആളാണ്. ഇപ്പോഴും അദ്ദേഹം നഷ്ടമായിട്ടില്ല. ഒരു അവാർഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, സാധാരണ നിലയ്ക്ക് ഇപ്പോൾ അവാർഡുകൾ പരിഗണിക്കുമ്പോൾ ആദ്യം ഒഴിവാക്കുന്ന പേര് എൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വേദന അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഞാൻ കണ്ടു. ഈ സമീപ വർഷങ്ങളിൽ എപ്പോഴോ പറഞ്ഞ ഒന്നാണ്. സോ അത് എങ്ങനെയും കിട്ടുക, ഏത് നിശബ്ദത കൊണ്ടും കിട്ടുക, ഏത് വിധേയ വായ്പ കൊണ്ടും കിട്ടുക എന്നൊക്കെ ആളുകൾ ആഗ്രഹിക്കുന്നവരും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് ആ വിമർശനം കൂടി നിൽക്കുന്ന സന്ദർഭത്തിലാണ് മമ്മൂട്ടിക്ക് ഇത് കിട്ടുന്നുള്ള ഒരു സവിശേഷതയുണ്ട്.